കന്യാദാനം സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനയന്റെ കുട്ടികളെ അനുപമയുടെ വീട്ടിൽ നിന്നും ഭാനുഅമ്മ മാത്രമുള്ളപ്പോൾ വിനയന്റെ കൂടെ കൊണ്ടുപോകാൻ വന്ന സുശീല അന്ന് ഭാനുഅമ്മയെ ഉന്തിയിട്ടത് സുശീലയോട് ചോദിക്കാനായി വഴിയിൽ വച്ചു ഭാനുഅമ്മ സുശീലയെ കാണുന്നു. ഭാനുഅമ്മയെ കണ്ട് സുശീല തിരിഞ്ഞു നടക്കാൻ നോക്കുന്നു. ഭാനുഅമ്മ സുശീലയെ വിളിക്കുന്നു. എടി നിക്കടി എവിടെ? സുശീലയ്ക്ക് നിൽക്കാതെ നിവൃത്തിയില്ലാതായി. നിങ്ങൾ ആരെയാണ് എടി എന്ന് വിളിക്കുന്നതെന്ന് സുശീല ചോദിക്കുന്നു. നിന്നെ തന്നെയാടി. നീ എന്താടി വിചാരിച്ചത്? നീ അന്നെന്നെ തള്ളിയപ്പോൾ എൻ്റെ നടുവൊടിഞ്ഞ് ഞാൻ കിടന്നു പോകുമെന്നോ? അതിന് ഞാൻ തള്ളിയതൊന്നുമല്ലല്ലോ, പിടിച്ചു മാറ്റിയതല്ലേ. അതും ആ വിനയന് വേണ്ടി ചെയ്തതാ. അവൻ്റെ മക്കളെ അവൻ കൊണ്ടുപോകട്ടെ എന്ന് വിചാരിച്ചു എന്ന് സുശീല പറയുന്നു. എന്നിട്ടിപ്പോൾ അവൻ്റെ മക്കൾ അവൻ്റെ അടുത്തുണ്ടോടി? എടി, ആ കുഞ്ഞുങ്ങൾ നേരമിരുട്ടുന്നതിന് മുൻപ് എൻ്റെ അടുത്ത് തിരിച്ചെത്തി. ഇനിയെങ്കിലും നീ ഒരു കാര്യം ഓർത്തോ. സുശീല വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇനി നിനക്ക് തിരിച്ചടിയുടെ കാലമാണ് വരാൻ പോകുന്നതെന്ന് ഭാനുഅമ്മ പറയുന്നു. എല്ലാ കാലത്തും ജയിച്ചു കയറാമെന്നൊന്നും ഞാനും വിചാരിച്ചിട്ടില്ലെന്നും ചിലയിടത്തൊക്കെ തോൽക്കണം, എന്നാലല്ലേ അടുത്ത വിജയത്തിനൊരു സുഖമുണ്ടാകൂ എന്ന് സുശീല പറയുന്നു. എടി, പണ്ടൊക്കെ നീ എന്ത് ചെയ്താലും നിനക്കും നിന്റെ കുടുംബത്തിനും മറ്റുള്ളവരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പക്ഷേ പാല് തന്ന കൈക്ക് തന്നെ നീ തിരിച്ചു കുത്തുന്ന നിന്റെ ഈ സ്വഭാവം നിന്റെ അവസാനത്തിനാണ്. പണ്ട് നിന്റെയും നിന്റെ മക്കളുടെയും കഷ്ടപ്പാടിനും ദാരിദ്ര്യത്തിനും മാത്രമല്ല ഈ ഭാനുഅമ്മ കാവല് നിന്നത്, നിന്റെ മാനത്തിനു കൂടിയാണ്. ആ എന്നെയാണ് നിന്റെ ഈ ആരോഗ്യം വെച്ച് വേറൊരുത്തിന് വേണ്ടി തോൽപ്പിച്ചതും നാണം കെടുത്തിയതും. നിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി എനിക്കില്ലാതായതുപോലെ നീയും അധികം വൈകാതെ തളരുമെടി എന്ന് ഭാനുഅമ്മ പറയുന്നു. ഓ, നിങ്ങൾ എന്നെ ശപിക്കുകയാണോ? ഇതുപോലെ ഒരുപാട് പേരുടെ ശാപമേറ്റിട്ടാണ് ഈ സുശീല ഇവിടെ വരെ എത്തിയതെന്ന് സുശീല പരിഹസിക്കുന്നു. ഇത് നിനക്ക് ഞാൻ തരുന്ന അവസാനത്തെ ഉപദേശമായിട്ട് നീ കരുതിയാൽ മതി. ഇനിയെങ്കിലും സ്വാർത്ഥതയും വെറുപ്പും ഉപേക്ഷിച്ച് സ്നേഹത്തിൻ്റെയും കടമയുടെയും വഴിയിൽ കൂടി നീ പോയില്ലെങ്കിൽ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്കാകും നീ വീഴുന്നത്. ഇത് ഭാനുഅമ്മയുടെ വാക്കാണെന്ന് പറഞ്ഞ് അവർ പോകുന്നു. ശേഖരൻ സോനയ്ക്ക് ഭക്ഷണം കൊണ്ടുപോകാനായി തയ്യാറാക്കി കൊടുക്കുന്നത് കണ്ട് സുശീലയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ശേഖരൻ സോനയെ മോളെ എന്ന് വിളിക്കുമ്പോൾ ഇനി അങ്ങനെ വിളിക്കരുതെന്ന് സുശീല പറയുന്നു. അങ്ങനെ വിളിച്ചാൽ ശേഖരന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് പുറത്താക്കുമെന്ന് സുശീല പറയുന്നു. അങ്ങനെ ചെയ്താലും സ്വന്തം ചോരയിൽ ജനിച്ച മക്കളെ ആരും തള്ളിപ്പറയില്ലെന്ന് ശേഖരൻ പറയുന്നു. ശേഖരനോടുള്ള എല്ലാ ദേഷ്യവും കൂടി സുശീല ശേഖരൻ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പും മുളകും വാരിക്കോരിയിട്ട് നശിപ്പിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്ന ഇന്ദ്രനും സത്യനും ശ്യാമും ശേഖരന്റെ ഭക്ഷണത്തെ പുകഴ്ത്തിയതുകൊണ്ടാണ് സുശീല ഭക്ഷണം ആർക്കും കഴിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയത്. സുധൻ പ്രതിഭയോട് സുശീലയെ അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്നു. അനുപമയുടെ പോലെ ആകരുതെന്നും പറയുമ്പോൾ അനുചേച്ചിയും മാഷുമൊക്കെ നല്ലത് മാത്രം ചെയ്യുന്നവരാണ്, അവരുടെ കൂടെയേ ഞാൻ നിൽക്കൂ. സത്യേട്ടൻ്റെ അച്ഛൻ അത്രയ്ക്കും ദ്രോഹങ്ങളൊന്നും ആരോടും ചെയ്തിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അനുചേച്ചിയും മാഷുമൊക്കെ സത്യേട്ടൻ്റെ അച്ഛനെ ഒരു കാരണവശാലും സഹായിക്കില്ല. പ്രതിഭ അനുപമയെ കാണുന്നു. പ്രതിഭയോട് അനുപമ പറയുന്നു, പ്രതിഭ സത്യന്റെ കൂടെയാണ് ജീവിക്കേണ്ടത്, അതുകൊണ്ട് ഉടനെ തന്നെ അങ്ങോട്ട് പോകണം. പ്രതിഭ അനുപമ പറഞ്ഞതനുസരിച്ച് സത്യന്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ശേഖരൻ പോയിട്ട് പ്രതിഭ വന്നാൽ മതിയെന്നാണ് സുശീല സുധനോട് പറഞ്ഞിരുന്നത്. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.